ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ വിഷു അല്ല, 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടാണ്. മലയാളി കടയിൽ ഇന്ന് സാധനങ്ങളൊക്കെ വരുന്നു പറഞ്ഞു. അപ്പോൾ പോയി അപ്പോഴേ പപ്പടം വാങ്ങിച്ചു. വിഷുവിന് വലിയ സൈസ് പപ്പടം വരുന്നുണ്ട്, അത് വാങ്ങിച്ചു. 2 നോർമൽ പപ്പടം വാങ്ങിച്ചു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകേണ്ടതല്ലേ, അത് കാരണം വലിയ ഇതായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ആകെ കൂടി ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ചക്ക, മുഴുവൻ ചക്ക കിട്ടിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ചക്കയൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും ഒക്കെ പഴുത്ത് ഒരുവിധമായി. അപ്പോൾ ഒരു മുഴുവൻ ചക്ക വാങ്ങിച്ചു കൊണ്ടുവരാറുള്ളത് പകുതിയാണ് കിട്ടിയത്. പിന്നെ ഒക്കെ അവിടെ അവർ വെട്ടി മുറിച്ചിട്ടിട്ടുണ്ട്, ഒക്കെ കേടായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പ്യൂർ മാങ്ങ കിട്ടിയിട്ടാണ്. പ്യൂർ മാങ്ങ എല്ലാ വട്ടവും വിഷുവും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, അത് കിട്ടി. പിന്നെ അതേ നല്ല പടവലങ്ങ കിട്ടി, പിന്നെ ചെറിയുള്ളി കിട്ടി. പിന്നെ പഴം 3 സൈസ് പഴുപ്പായിട്ടുള്ള പഴം വാങ്ങിച്ചത് കേട്ടോ. 3 സൈസായിട്ടുള്ള പഴുപ്പ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ പപ്പടം കണ്ട, ഇത് നോർമൽ പപ്പടമാണ് കേട്ടോ. ഇതും നോർമൽ 2 കെട്ട്. പിന്നെ അതെ വലിയ പപ്പടം ഒരെണ്ണം വാങ്ങിച്ചു. നന്നായി അവിടെ ഗുരുവായൂർ പപ്പടം എന്നറിയില്ലേ, അങ്ങനത്തെ പപ്പടമാണ്. 3 സൈസ് പഴം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സൈസ് മീൻസ് 3 പഴുപ്പ്. ഒരെണ്ണം നന്നായി പഴുത്തത്, അത് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. മലയാളി കടയിലത്തെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവർ കൊണ്ടുപോകുന്ന പഴുപ്പ് കൂടി ഒരു കൊല നന്നായിട്ട്. അപ്പോൾ അത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ പച്ചക്കായ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ അവിയലിലേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ. അപ്പോൾ അവിയലിടാനായിട്ട്. പിന്നെ നോർമൽ പഴുപ്പ് അങ്ങനെ വാങ്ങിച്ച് പിള്ളേർക്ക് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ചക്ക, നല്ല ചക്കയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു വട്ടം വാങ്ങിച്ചപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ 4ാമത്തെ വട്ടം കിട്ടുന്നത്. ഒരു വട്ടം വാങ്ങിച്ചപ്പോൾ പഴച്ചക്കയായിരുന്നു. അപ്പോൾ പഴച്ചക്ക ഇവിടെ വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വന്നു. പിന്നെ കഴിഞ്ഞ വട്ടം കിട്ടിയത് നല്ല അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നാട്ടിൽ പോലും അത്ര നല്ല ടേസ്റ്റുള്ള കിട്ടില്ല. കുരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയി ഭാവി എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ അത് കൊള്ളീനെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നാ പറയാമെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. കപ്പ, പടവലം കിട്ടിയിട്ടുണ്ട് 3-4 എണ്ണം. അപ്പോൾ പടവലങ്ങ മീൻ വെപ്പ് വയ്ക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഇതാണ് വിഷുവിൻ്റെ സാധനങ്ങൾ. ഇതിൽ കണി വയ്ക്കാൻ ചക്കനെ അപ്പോഴേക്കും മുറിച്ച് തിന്നേണ്ടി വരും. ഇന്ന് തന്നെ മുറിച്ച് കഴിക്കേണ്ടി വരും, കാരണം ഒരുവിധം പഴുപ്പായിട്ടുണ്ട്. അപ്പോൾ ആളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാക്കും. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ഇവിടം വരെ എന്നുള്ള മെസ്സേജ് ചെയ്യണേ. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. എല്ലാവരും വിഷുക്കണിയൊക്കെ വെച്ചിട്ട് വീഡിയോ ഇടണേ. ഇവിടെ കണിക്കൊന്നൊന്നും പൂത്തിട്ടില്ല, എങ്ങനെ എന്താണെന്നറിയില്ല. കഴിഞ്ഞ വട്ടത്തെ പോലെ മരത്തുമ്മലൊക്കെ കയറേണ്ടി വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ, സീ യു അഗെയിൻ. വിഷുവിൻ്റെ മെയിൻ ആളെ പറ്റി പറയാൻ മറന്നു. വെള്ളരി കിട്ടി, അതുപോലെ തന്നെ കുമ്പളങ്ങ തന്നെ കിട്ടിയിട്ട്. വെള്ളരിയൊക്കെ മഞ്ഞ കളറൊന്നും ആയിട്ടില്ല, പച്ച കളറിലുള്ളത് തന്നെയാണ് കിട്ടിയത്. എന്നാലും മേടിച്ചു. മഞ്ഞ കളറ് ഇവിടേക്ക് വരുമ്പോഴേക്കും മഞ്ഞൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ വോയിസ് വീണ്ടും ആഡ് ചെയ്ത്